ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മാർഷൽ ആർട്സ് ഒന്നും പഠിക്കാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് 100% എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഓടി രക്ഷപ്പെടുക, അല്ലാത്ത പക്ഷം നമ്മൾ ആക്രമിക്കപ്പെടും. രണ്ടാമത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഓടാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലോക്കായൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ പരിസരത്ത് എന്താണോ ഉള്ളത്, വടിയായാലും കല്ലായാലും ആക്രമിക്കാൻ പറ്റുന്ന എന്ത് കാര്യമായാലും അത് ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ തിരിച്ചാക്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഹെൽമറ്റ്, ബാഗ് അല്ലെങ്കിൽ ബെൽറ്റ്, ഇതിലേതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇയാളെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ബെൽറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ബെൽറ്റ് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഇതുപോലെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബെൽറ്റ് വലിച്ച് വീശി ഇയാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ടോ നമുക്ക് അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആക്രമിക്കപ്പെടും. നമ്മുടെ കയ്യിൽ ഹെൽമെറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഹെൽമെറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ബാഗാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ബാഗ് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നമ്മുടെ ദേഹത്തേക്ക് കത്തിക്കൊള്ളാതെ ഏത് രീതിയിലും ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബാഗ് കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് സാധിക്കും. ഇതുപോലെ ഡിഫെൻഡ് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ ഓടി രക്ഷപ്പെടാനോ ഉള്ള ഒരു ഗ്യാപ്പും കൂടി നമ്മൾ നോക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ കയ്യിൽ ആക്രമിക്കാൻ പാകത്തിനുള്ള ഒന്നും തന്നെ ഇല്ല, ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യവുമാണ്, മൊത്തത്തിൽ ലോക്കായൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അയാളെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ടും അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടുമുള്ളൊരു സാഹചര്യം അവിടെ വരികയാണ്. ഇത്തരത്തിൽ മുകളിലൂടെ കുത്തുകയോ അല്ലെങ്കിൽ നേരെ വരയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ താഴെ നിന്ന് നേരെ മുകളിലേക്ക് ഈ രീതിയിലോ ആണ് കത്തി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ 3 രീതിയിലാണ് ആക്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ, കയ്യിലേക്ക് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കയ്യിലേക്ക് ക്യാച്ച് ചെയ്തതിന് ശേഷം വീക്ക് പോയിന്റിലേക്ക് അടിക്കുക. വീക്ക് പോയിന്റിലേക്ക് മുട്ടുകാൽ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കാലുപയോഗിച്ച് ശക്തമായി ചവിട്ടുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീക്ക് പോയിന്റിലേക്ക് അടിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കഴുത്തിലേക്ക് പഞ്ച് ചെയ്യുക. അക്രമിയെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് വീക്ക് പോയിന്റിലേക്ക് നോക്കി തന്നെ അടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. സാധാരണക്കാർക്ക് 100% ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു റിയൽ സിറ്റുവേഷനിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും പരിശീലനമില്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റിയൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കോമ്പാറ്റ് ഐക്യമുള്ളൊരു ആൾക്ക് തീർച്ചയായിട്ടും അവിടെ റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനോധൈര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനോധൈര്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു സിറ്റുവേഷനെയും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മൾ തീർച്ചയായും ആക്രമിക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോയ്ക്ക് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലെ ഡിഫെൻസീവായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം.